ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ന്യൂ സിലബസ് പ്രകാരമുള്ള നിങ്ങളുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഡിസ്ക്രൈബ് ദ പിക്ചർ. ടെൻഡർ ടച്ച് എന്ന ചാപ്റ്ററിലെ ഒരു ചിത്രമാണല്ലേ നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചുള്ളൊരു ചിത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഡിസ്ക്രൈബ് ദ പിക്ചർ. അതായത് ഈ പിക്ചർ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചിത്രത്തിൽ ആരൊക്കെയാണ് കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നത്? യെസ്, സാഷയുണ്ട്. സാഷയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട് അല്ലേ. അവരെന്തൊക്കെയോ ആക്ടിവിറ്റി ചെയ്യുകയാണ്, അതായത് ഓരോ പ്രവൃത്തി ചെയ്യുകയാണല്ലേ. അച്ഛൻ എന്ത് ചെയ്യുകയാണ്? യെസ്, കുക്ക് ചെയ്യുകയാണ്. അമ്മയോ ഫാന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സാഷ എന്താണ് ചെയ്യുന്നത്? സാഷ പാത്രങ്ങൾ കഴുകി വയ്ക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ എഴുതാം. ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? യെസ്, സാഷ ഈസ് വാഷിംഗ് ദ പ്ലേറ്റ്സ്. എന്താണ്? സാഷ പ്ലേറ്റ്സ് കഴുകുകയാണ്. ദെൻ സാഷാസ് മദർ ഈസ് ക്ലീനിങ് ദ ഫാൻ. സാഷയുടെ അമ്മ എന്ത് ചെയ്യുകയാണ്? ഫാൻ ക്ലീൻ ചെയ്യുകയാണ്. ദെൻ അച്ഛൻ എന്താ ചെയ്യുന്നത്? യെസ്, അച്ഛൻ കുക്ക് ചെയ്യുകയാണല്ലേ. സോ നമുക്ക് എഴുതാം ഹെർ ഫാദർ ഈസ് കുക്കിംഗ്. അപ്പം കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലെ ഓരോരുത്തരും എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണാൻ സാധിക്കുന്നത് അതിവിടെ ഡിസ്ക്രിപ്ഷൻ രൂപത്തിൽ എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്? സോൾവ് ദ പസിൽ ആണല്ലേ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ ഇതുപോലെ പസിൽ ഉണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടല്ലോ കൂട്ടുകാർക്ക്. യെസ്, അപ്പം നമുക്ക് ആ പസിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് റൈറ്റ് എന്താണ്? ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്. ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ് എന്തായിരിക്കും? നമുക്കറിയാം എന്താണ്? യെസ്, മർമർ ആണല്ലേ. മർമർ, പിറുപിറുക്കുക. ഓക്കെ, ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ യെസ്, മർമർ മീൻസ് യെസ് മർമർ എന്താണ്? പിറുപിറുക്കുക. ഓക്കെ, ദെൻ റൈസ്ഡ് പ്ലാറ്റ്ഫോം ഏതാണത്? യെസ്, റൈസ്ഡ് പ്ലാറ്റ്ഫോം യെസ് ഡയസ് ആണല്ലേ. DAIS ഡയസ്. ഓക്കെ, ദെൻ സോഫ്റ്റ് എന്തായിരിക്കും വരിക? യെസ്, ടെൻഡർ ആണല്ലേ. എന്താണ്? ടെൻഡർ. ദെൻ ടു റിസീവ് ഏതായിരിക്കും വേർഡ്? യെസ്, ആക്സെപ്റ്റ്. എന്താണ്? ആക്സെപ്റ്റ്. ഓക്കെ, ACCEPT. ഓക്കെ, ദെൻ നെക്സ്റ്റ് നൗൺ ആണല്ലേ. നോക്കാം. ടു റിപ്പീറ്റ് എ സൗണ്ട്. ടു റിപ്പീറ്റ് എ സൗണ്ട് എന്തായിരിക്കും? യെസ്, എക്കോയാണല്ലേ. എന്താണ്? എക്കോ. ടു റിപ്പീറ്റ് എ സൗണ്ട്. ടു റിപ്പീറ്റ് എ സൗണ്ട് യെസ്, എക്കോ. ഓക്കെ, ദെൻ ഫീലിംഗ് താങ്ക്ഫുൾ ആൻഡ് അപ്രിഷ്യേറ്റീവ് എന്തായിരിക്കും? ഗ്രാറ്റിറ്റ്യൂഡ് ആണല്ലേ. എന്താണ് വരിക അവിടെ വേർഡ്? യെസ്, ഗ്രാറ്റിറ്റ്യൂഡ്. ടു ക്ലീൻ സെവൻത്ത് എന്താണ്? ടു ക്ലീൻ എന്തായിരിക്കും? യെസ്, വൈപ്പ് അല്ലേ. WIPE. ദെൻ നോക്കാം എട്ടാമത് നോക്കൂ. മേക്കിംഗ് ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്പ്. എന്താണ്? മേക്കിംഗ് ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്പ് എന്തായിരിക്കും? യെസ്, ഹമ്മിങ് ആണല്ലേ. ഏതാണ് വേർഡ്? ഹമ്മിങ്. വേർഡ്സ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഓരോന്നും കിട്ടിയല്ലോ കൂട്ടുകാർക്ക്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, നോക്കൂ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. എന്താണ് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ. സാഷ പറയാണ് ഗുഡ് മോർണിംഗ് കവിത. അപ്പോൾ കവിത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഗുഡ് മോർണിംഗ് എന്നല്ലേ. സോ നമുക്ക് അവിടെ എഴുതാം ഗുഡ് മോർണിംഗ്. ദെൻ സാഷ വൈ ഡിഡ് യു റൺ യെസ്റ്റർഡേ? നീ എന്തിനാണ് ഇന്നലെ ഓടിപ്പോയതെന്ന് ചോദിക്കുകയാണല്ലേ സാഷ കവിതയോട്. അപ്പോൾ കവിത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ പേടിച്ചിട്ടാണെന്ന് പറയുമല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം ഐ ആം അഫ്രൈഡ്. ഞാൻ പേടിച്ചു പോയി. ദെൻ സാഷ ചോദിക്കുകയാണ് ഇൻ വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡിങ്? നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അപ്പോൾ കവിത എന്തായിരിക്കും കൂട്ടുകാരെ പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ കവിത പഠിക്കുന്നുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോട്ട് സ്റ്റഡിങ്. ദെൻ സാഷ ചോദിക്കുകയാണ് ഡു യു ലൈക്ക് ടു സ്റ്റഡി? നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ എന്തായിരിക്കും കവിത പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, ഇഷ്ടമാണെന്ന് പറയല്ലേ. അതെ, യെസ് ഐ ലൈക്ക് വെരി മച്ച്. എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ സാഷ ചോദിക്കുകയാണ് സാഷ തന്നെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ എൻ്റെ ടീച്ചറോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലേ. ഐ വിൽ ടെൽ ഇറ്റ് ടു അവർ ടീച്ചർ, ഷീ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ടെൽ ഇറ്റ് ടു അവർ ടീച്ചർ, ഷീ വിൽ ഹെൽപ്പ് യു. ഞാൻ എൻ്റെ ടീച്ചറോട് പറയാം, അദ്ദേഹം അതായത് അവർ നിങ്ങളെ സഹായിക്കും. ടീച്ചർ നിങ്ങളെ സഹായിക്കും, നിന്നെ സഹായിക്കുമെന്ന് കവിതയോട് പറയുകയാണല്ലേ. അപ്പോൾ കവിത എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? യെസ്, താങ്ക് യു സോ മച്ച്.
അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക ഇതുപോലെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. എന്താണ്? ഇവിടെ കുറേ ഇവൻറ്റ്സ് നൽകിയിട്ടുണ്ടല്ലേ. നമ്മുടെ ചാപ്റ്ററിൽ കുറേ ഇവൻറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. ആ ഇവൻറ്റ്സ് നമ്മളോട് ഓർഡർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ഇവൻറ്റ്സായി വായിച്ച് നോക്കാം. സാഷ ആൻഡ് നവീൻ ഹേർഡ് സംവൺ സിംഗിങ് എ സോങ്. സാഷയും നവീനും ആരോ പാട്ട് പാടുന്നത് കേട്ടു. ദെൻ കവിത ജോയിൻഡ് ഇൻ ദ സ്കൂൾ. കവിത സ്കൂളിൽ ചേർന്നു. ദെൻ സി എന്താ കൊടുത്തിട്ടുള്ളത്? യെസ്, എ പുവർ ഗേൾ അപ്പിയേർഡ് അറ്റ് ദ വിൻഡോ. വിൻഡോയുടെ അടുത്ത് ഒരു പുവർ ഗേൾ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടു അല്ലേ. അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. ദെൻ സാഷ ആൻഡ് നവീൻ റീച്ച്ഡ് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാൻ. സാഷയും നവീനും എന്താണ് ജസ്റ്റ് ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിലെത്തി. ദെൻ സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. സാഷ ആൻഡ് നവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവൻറ്റ്സ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അത് ഓർഡർ ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഏതായിരിക്കും വരിക? Yes, Sasha and Naveen reached school just before the bell rang. The next എന്താണ്? Yes, a poor girl appeared at the window. Then third ഏതായിരിക്കും വരിക? Yes, Sasha and Naveen heard someone singing a song. Then fourth, Sasha and Naveen spotted the girl near a tree. Then last എന്താണ്? Yes, Kabita joined in the school. കവിത ജോയിൻഡ് ഇൻ ദ സ്കൂൾ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ ഈവൻറ്റ്സ് ഓർഡറാക്കി എഴുതുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.